UDF കൺവീനർ മാധ്യമങ്ങളെ കണ്ട് തരൂരിനെതിരെ നിലപാടെടുക്കുന്നു. അദ്ദേഹത്തിന്റെ നീക്കം അതാണോ? പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒരു ഭാരമാവുന്നുണ്ടോ? അതല്ല, രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണം പറയാൻ. രണ്ടും ഒന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കേണ്ട, ഞാനല്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ രണ്ട് ചെവി കൊണ്ടല്ലേ കേട്ടു. അതെ, എന്നല്ലാതെ പിന്നെന്താ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ നേരത്തെ ഉൾപ്പെടുത്തിയതാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് പറയുന്നത് ശരിയല്ലെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഈ 30,000 വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ, കേരളത്തിലെ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായി ധാരാളം ഗൾഫ് മലയാളികൾ മടങ്ങി വന്ന ആളുകൾ ഹോട്ടലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബേക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ പുതിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി കണക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത കണക്കാണ് 30,000. പ്രതിപക്ഷ നേതാവ് UDF ഞങ്ങളത് ചലഞ്ച് ചെയ്തു. ഈ 30,000-ത്തെ കുറിച്ച് ഒരു വെരിഫിക്കേഷൻ നടത്തി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? അദ്ദേഹം വാദപ്രതിവാദത്തിൽ നിൽക്കാതെ വീണ്ടും ആ അവകാശവാദം തന്നെ ആവർത്തിക്കുകയും ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു ഞങ്ങളൊക്കെ. എന്തായാലും തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പൊതുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകളാണ്. ഇടതുപക്ഷം അത് ഏറ്റെടുക്കുന്നു, തരൂർ വസ്തുതകൾ പറയുന്നു, അതിന് തരൂരിന് അഭിനന്ദനം ഇടതു കേന്ദ്രങ്ങൾ. അതേസമയം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയ ഞെട്ടൽ മാറുന്നില്ല. ഏറ്റവും ഒടുവിൽ MM ഹസന്റെ വാക്കുകൾ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണം തരൂർ ഈ അഭിപ്രായം പറയാൻ എന്നതാണ്. കടുത്ത അതൃപ്തിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിന്റെ നീക്കത്തോടുള്ളത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കെ അതിന് കളമൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് ആയുധം നൽകുന്ന, രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ആയുധം നൽകുന്ന നീക്കം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ, മുതിർന്ന നേതാവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് പശ്ചാത്തലം. കടുത്ത നീക്കം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കോൺഗ്രസ് കേന്ദ്രങ്ങൾ അമ്പരപ്പിലാണ് തരൂർ പൊതുവിലെടുക്കുന്ന നിലപാട്. മാത്രമല്ല അത് ഇടതുപക്ഷം വലിയ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തരൂർ ദേശീയ നേതാവാണ്, തരൂരിനെതിരെ ഒരു പരസ്യ നീക്കം? ഇപ്പോൾ MM ഹസന്റെ വാക്കുകളിൽ അദ്ദേഹം തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അഭിപ്രായം പറയണമെന്ന്. അങ്ങനെയെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു കടുപ്പിക്കൽ ഇനി ഉണ്ടാവേണ്ടതുണ്ടോ? എന്താണ് കോൺഗ്രസിന്റെ നീക്കം? സജിത്ത്, തരൂരിനെതിരെ ഒരു പടപ്പുറപ്പാട് തന്നെയുണ്ട് കോൺഗ്രസിനകത്ത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യം തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ മുതൽ തന്നെ തരൂരിനെതിരെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുക്കുകയും പരസ്യമായി തന്നെ ആ നിലപാട് പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. K മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് പരസ്യമായി തന്നെ തരൂരിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വരികയും ചെയ്തതാണ്. മല്ലികാർജ്ജുന ഖാർഗെയുമായി നടന്ന മത്സരത്തിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ കൂടി മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു നിലപാട് സ്വീകരിച്ച സമയം മുതൽ സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തരൂരിനെതിരായി നീക്കം തുടങ്ങിയതാണ്. അത് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു വിവാദമുണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയതിനു ശേഷവും വിവാദങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം തന്റെ നിലപാട് വീണ്ടും വിശദീകരിച്ചത്. അവിടെ കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ അവർ നടത്തിയ പ്രവർത്തനങ്ങളെയോ മറന്നുകൊണ്ടല്ല താൻ ഈ കാര്യം പരാമർശിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കത്തെ ഒരു സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് നേതൃത്വമടക്കം വളരെ ജാഗ്രതയോടെ തന്നെയാണ് തരൂരിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. പക്ഷേ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും തരൂർ കടക്കില്ല എന്ന ആത്മവിശ്വാസം നേതൃത്വം ഇപ്പോഴും പങ്കുവെക്കുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ എന്തിനാണ് തരൂർ ഇങ്ങനെ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ നടത്തിയത് എന്നതാണ് എല്ലാവരെയും ഉദ്വേഗത്തിലാക്കുന്നത്. അതിന് പിന്നിലെ നീക്കമെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അതിനിടയിലാണ്
അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സന്ദേശങ്ങൾ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ തിടുക്കത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതകളൊന്നും മുന്നിലില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ്. അതുകൊണ്ട് തരൂരിനെ പ്രകോപിതനാക്കേണ്ട എന്നൊരു നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് എങ്ങനെയാണോ ഉരുത്തിരിഞ്ഞു വരിക, അല്ലെങ്കിൽ തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഇടതുപക്ഷം ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത്. മറിച്ച് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് കോൺഗ്രസ് നേതൃത്വം മുതിർന്നാൽ അത് ബി ജെ പി ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രതിരോധത്തിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെയും സംസ്ഥാനത്ത് CPM-നെയും പുകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഒരേ ലേഖനത്തിൽ തന്നെ ശശി തരൂർ പങ്കുവെക്കുന്നതിലൂടെ അത് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വെട്ടിലാക്കി എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. ഡാൻ, ഒരു കാര്യം കൂട്ടി, മുമ്പും നിലപാടുകളിലെ വ്യത്യസ്തത കൊണ്ട് തരൂർ വാർത്തയായിട്ടുണ്ട്. ഇതാദ്യമല്ല, മുമ്പും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിനെ പുകഴ്ത്തല്, രാഷ്ട്രീയ പ്രതിരോധികൾക്ക് ആയുധം നൽകുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ തരൂർ ഇപ്പോൾ എടുക്കുന്ന നിലപാടിന് പിന്നിൽ പുതിയ രാഷ്ട്രീയ സാധ്യത പല രാഷ്ട്രീയ വിദഗ്ധരും ആ തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗമെങ്കിലും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ തരൂർ ക്യാമ്പ് നൽകുന്ന ഒരു സൂചന എന്താണ്? തരൂരിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മോഹമുണ്ടോ? അതിന് സാധ്യതയുണ്ടോ ഡാൻ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് നേരത്തെ തന്നെ ആകാമായിരുന്നു. നേരത്തെ തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ വന്നതാണ്. അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹം വെച്ചുകൊണ്ടല്ല തരൂർ ഇങ്ങനെയൊരു വിമർശനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കുന്നത് ഈ ലേഖനത്തിലൂടെ അടക്കമെന്നാണ്. മാത്രമല്ല, ഇപ്പോഴുണ്ടായിരിക്കുന്നത് അദ്ദേഹം മുൻപ് തന്നെ എടുത്തിട്ടുള്ള നിലപാട് ഒരിക്കൽ കൂടി ഈ ലേഖനത്തിൽ അദ്ദേഹം പരസ്യമാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുതുതായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതായത് സർക്കാരിനെ പുകഴ്ത്തുക എന്നതിനപ്പുറം വികസന കാര്യങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം നോക്കുന്നത് എന്നൊരാശയം അദ്ദേഹം ചർച്ചയാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകളുടെ പിന്തുണ തരൂരിന്റെ ഈ നീക്കത്തിനുണ്ട്. അവിടെ കേവലം CPM പ്രവർത്തകരായോ കോൺഗ്രസ് പ്രവർത്തകരായോ BJP പ്രവർത്തകരായോ മാത്രം ഇതിനെ നോക്കിക്കാണാതെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും തരൂരിന്റെ ഈ നിലപാടിനൊപ്പമാണ് എന്ന ഒരു പൊതുവിലയിരുത്തലാണ് തരൂർ ക്യാമ്പിനുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല എന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നു. മാത്രവുമല്ല, ഈ തരൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂർ സജീവമായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂർ നടത്തുന്ന അല്ലെങ്കിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരൂർ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനകൾ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയം കൂടി ജനിപ്പിക്കുകയാണ്. പക്ഷേ ഉദ്വേഗങ്ങൾ അല്ലെങ്കിൽ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അഭ്യൂഹങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രചരിക്കുന്നത് സ്വാഭാവികവുമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല എന്ന നിലപാടിലാണ് തരൂർ ക്യാമ്പ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തരൂർ ക്യാമ്പ് ഇതിൽ അസ്വാഭാവികതയില്ല എന്ന നിലപാടെടുക്കുമ്പോഴും ഇക്കാര്യത്തിൽ അവ്യക്തതകൾ നിരവധിയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. എന്തായാലും ശശി തരൂരിന്റെ വീണ്ടും പ്രതികരണം രാവിലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി, തരൂർ വീണ്ടും പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു മലയാളത്തിലൊരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. കാരണം അത് മലയാളത്തിൽ കേരളത്തിലുള്ളവർ കാണട്ടെ എന്നതായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാവിലെ വീണ്ടും പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് തിരികെ പോകും വൈകിട്ട്. അതിനു മുമ്പ് രാവിലെ കരമനയിൽ പാർട്ടിയുടെ ചില പരിപാടികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നതിന് മുന്നോടിയായി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വണ്ടക്കാടുള്ള ഫ്ളാറ്റിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. എല്ലാവരും കാത്തിരിക്കുകയാണ്. തരൂർ ഈ പുതിയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നേതൃത്വം അപ്പാടെ കൈവിട്ട ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് മാത്രം മതിയാകില്ല അദ്ദേഹത്തിന്റെ വിശദീകരണം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നറിയാൻ അദ്ദേഹം തന്നെ ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം. യെസ്, ഡാൻ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. എന്തായാലും തരൂർ പ്രതികരിക്കട്ടെ, നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.